ഇതാ ഇതുപോലെ അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ബീഫ് കറിക്ക് എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം കുക്കറിൽ വെക്കുന്നതും ഇങ്ങനെ ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ബീഫ് കറിക്കും ഉള്ള വ്യത്യാസം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പഴമയുടെ ഒരു രുചിക്കൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ്. കൊച്ചുള്ളി മാത്രമേ ഉള്ളൂ. കൊച്ചുള്ളി മാത്രമേ സവാള ഉപയോഗിക്കില്ല. ചിക്കനാണെങ്കിൽ സവാളയും കൊച്ചുള്ളിയും കൂടെ ചേർക്കുന്നത് എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മഞ്ഞൾപ്പൊടി, കണക്കൊക്കെ ഉണ്ടോ? കുഴികുഴിയായിട്ടിടുന്നു. യോധ 1 കിലോ ഇതിനകത്ത് ഇതിന് 3 സ്പൂണാണ്. അങ്ങനെയൊക്കെയാണോ? ഇത് എരിവുള്ളതോ എരിവില്ലാത്തതോ? പിരിയമുളക് പൊടിച്ചത്. അത് ഗരം മസാലയോ? അല്ല, ഇത് പെരിഞ്ചീരകം. ഇത് കായം. എന്നാലേ മുളകല്ല മൂക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് പിന്നേരം പിടിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. കായം ഇത് തരിയായിട്ട് പൊടിച്ച കായോ എന്ന് വെച്ചാൽ കട്ടക്കായം പൊടിച്ചതാണോ? അതുപോലെ മേടിച്ചതാണ്. അതുപോലത്തെ തരിയുള്ള കായപ്പൊടിയുണ്ട്. എന്നിട്ടത് പൊടിച്ചെടുക്കുമോ? ഇല്ല, ആ പൊടിച്ചതാണ് കിട്ടുന്നത്. ഓ, ഇത് ഗരം മസാലയോ? ആ, ഇതെല്ലാം തക്കോലോ അതും എല്ലാം കൂടെ. അരപ്പ് മൂക്കട്ടെ, അല്ലെങ്കിൽ അരപ്പ് ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി തക്കാളിക്ക വെള്ളം ഇറങ്ങി അരപ്പ് മൂക്കത്തില്ല. പച്ചച്ചോ ഞങ്ങൾ ഇറച്ചി ഇട്ടിട്ടെടുക്കാം. ഇറച്ചി ഇടുമ്പോൾ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഒത്തിരി നേരം വേണം അത്. പിന്നെ നേരം പച്ചവെള്ളം ഒഴിക്കണ്ടേ? പച്ചവെള്ളമല്ലേ, ചൂടുവെള്ളം. അതിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഞാൻ വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ഒഴിക്കില്ല. നാടൻ കറി. തക്കാളി ഇടാറായോ? തക്കാളി അരപ്പിനകത്തോട്ടങ്ങ് ഇടും. അപ്പോൾ അതിൻ്റെ വെള്ളവും ഇറങ്ങി ഉണ്ടാവും. പെരുംജീരം വേറെ പിടിച്ചിരിക്കുക, മറ്റ് മസാലകൾ വേറെ പിടിച്ച് വെച്ചിരിക്കുക. അങ്ങനെ പെരുംജീരം മറ്റേനകത്ത് ഇട്ടിട്ടില്ലേ? ഏതാ ഗരം മസാല എടുക്കുമ്പോൾ അതിനകത്ത് ഇട്ടിട്ടില്ല. പെരുംജീരം പ്രത്യേകം പിടിച്ച് വെച്ചിരിക്കുക. ഇതിൻ്റെ ഷേപ്പായി കാപ്പി. ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ല തീയിലങ്ങോട്ട് വേവിക്കാൻ പോകാം. അടുപ്പേ കൊണ്ടുവെക്കുമോ? ഇനി ഇത് അടുപ്പേ കിടന്ന് ചെറിയ തീയിൽ വെന്ത് ഇത് ഞങ്ങളുടെ മല്ലിയില ലാസ്റ്റിൻ്റെ 2 ഇല ഇടാം. മൈസൂർ മല്ലി, കറിവേപ്പില ഇട്ട് ഞങ്ങൾ പൊടി ഉപ്പ് ഉപയോഗിക്കാറില്ല ഇറച്ചിക്കകത്തോട്ട്. തനി നാടൻ കല്ലുപ്പ് എടുത്ത്. ഉടുപ്പത്തില്ല? ഇല്ല, അതിൻ്റെ അളവൊക്കെ അറിയാം.
ഇനി ഇത് അടുപ്പയിലിരുന്ന് വെള്ളം ഇറങ്ങും. മുളക് പൊടി അന്നേരം നല്ലെന്നുണ്ടെങ്കിൽ വഴലാൻ താമസം, മൂക്കത്തില്ല മുളക് പൊടി. ഇത് കഴുകി ഉണങ്ങിയ മുളക് പൊടി ഇവിടെ പൊടിച്ചത്. അങ്ങനെ നമ്മൾ ഇറച്ചി വേവാനായിട്ട് അടുപ്പിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് ഇങ്ങനെ വെന്ത് വരട്ടെ. വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട്. ഒത്തിരി വെള്ളം ഇറങ്ങിയല്ലേ? അത് ഇറച്ചിക്ക് വെള്ളം ഉണ്ടാകുന്ന വെള്ളം ഒഴിക്കരുത്. പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണം. ഞാനും വെള്ളം ഒഴിക്കത്തില്ല. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്.